അതായത് ഇവിടെ ഇടനിലക്കാരില്ല. നിങ്ങൾക്ക് ഏത് പച്ചക്കറിക്കും മേൽവിലാസമുള്ള പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. നല്ല ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള കസ്റ്റമേഴ്സ്, അതുകൊണ്ടാണ് അവർ വരുന്നത്, സ്ഥിരം വരുന്നത്. നമസ്കാരം. ഇത് വിരാട വിനോദം കുറച്ച് നാളുകൾക്ക് മുമ്പ് കാക്കനാട് LP സ്കൂളിൻ്റെ മതിലുകൾ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കാർഷിക മാർക്കറ്റുണ്ട്, എല്ലാ സൺഡേസിലുമുള്ള ആ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്കൊന്ന് പോകാം കേട്ടോ. ധാരാളം ആൾക്കാർ ഇവിടുന്ന് പല പല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ ഇതാ ഈ സ്കൂളിലാണ് ഈ മാർക്കറ്റ് നടക്കുന്നത് കേട്ടോ. ചേച്ചിയൊക്കെ സാധനം വാങ്ങിച്ച് പോകുന്നതാണ് ഇവിടുന്ന്. ഇത്തിരി ചെടിയൊക്കെ വേണ്ടിയിട്ടുണ്ട്, നല്ല മഴയല്ലേ. രാവിലെ 8 മണിക്ക് തുറക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോൾ ഏതാണ്ട് 9 മണിയായി സമയം. അപ്പോൾ അതിൻ്റേതായിട്ടൊരു തിരക്ക് കുറവുണ്ട് കേട്ടോ. ഇതാണ് ആ സ്കൂള്, MA അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂൾ കാക്കനാട്. സാധനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെയാണ്. പച്ചക്കപ്പ മുതൽ എല്ലാ സാധനങ്ങളുമാണ്. പല വഴുതന തൈകൾ, മുളക് നമുക്കൊക്കെ ഉണ്ടാകും. വെളിച്ചെണ്ണ എന്നാ വിലയാ? വെളിച്ചെണ്ണ 350. ഇത് ഹരിറാം, ഈ ചന്തയുടെ ഓർഗനൈസറും ഈ ഇനീഷ്യേറ്റീവിൻ്റെ സെക്രട്ടറിയുമാണ് കേട്ടോ. നമസ്കാരം, പേര് ഹരിറാം എന്നാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇത് ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ കാക്കനാട് നാട്ടുനന്മ നാട്ടുചന്ത എന്ന പേരിൽ തുടങ്ങിയിട്ട് 10 വർഷത്തോളം, ഈ സെപ്റ്റംബറിൽ 10 വർഷം ആവുകയാണ്. ഇവിടെ കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ, ജൈവരീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് നേരിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മാർഗ്ഗം. അതായത് ഇവിടെ ഇടനിലക്കാരില്ല. നിങ്ങൾക്ക് ഏത് പച്ചക്കറിക്കും മേൽവിലാസമുള്ള പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ പോയി വെരിഫൈ ചെയ്യും. കമ്മിറ്റി പോയി വെരിഫൈ ചെയ്ത് കർഷകൻ ജൈവരീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ഇവിടെ വിൽക്കാൻ സമ്മതിക്കുള്ളൂ, അല്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ സമ്മതിക്കില്ല. ഇവിടെ വരുന്ന കർഷകരും ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പോയി ഫാം വിസിറ്റ് ചെയ്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് നാളെ വന്ന് വിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, അങ്ങനെ നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃഷി എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് നേരിട്ട് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് മണ്ണും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്ന് വിൽക്കാം. അതാണ് ഇതിൻ്റെ രീതി. ഇപ്പോൾ ഏതാണ്ട് 25ഓളം കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങളിലൂടെ വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗോകുല്, അദ്ദേഹം ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് നല്ല നിലയിൽ കാക്കനാട് നടന്നു വരുന്നൊരു ചന്തയാണ് നാട്ടുനന്മ ജൈവ കർഷക കൂട്ടായ്മ. 20-25ഓളം കർഷകർ എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഇവിടെ അവരവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച വിഷരഹിതമായ പച്ചക്കറികൾ, മറ്റ് ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ മിച്ചമുള്ള സാധനമാണ്. ബാക്കിയെല്ലാം കച്ചവടം കഴിഞ്ഞു പോയതാണ്. ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ അധികം വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന പച്ചക്കറികളായതുകൊണ്ട് കസ്റ്റമേഴ്സ് കണ്ടാലുണ്ടല്ലേ. പിന്നെ ഒരു 100 കണക്കിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള കസ്റ്റമേഴ്സ്, അതുകൊണ്ടാണ് അവർ വരുന്നത്, സ്ഥിരം വരുന്നത്. അവർക്ക് വളരെ കാര്യമാണ്. കസ്റ്റമേഴ്സും കർഷകരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഞായറാഴ്ചയും കഴിയുമെങ്കിൽ മിസ്സാക്കില്ല ഈ ചന്ത. ഓക്കെ, ഏവർക്കും നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. എൻ്റെ പേര് KVS മണി എന്നാണ്. എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള MA അബൂബക്കർ സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മാർക്കറ്റ് കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്ന മാർക്കറ്റാണ്. ഞാൻ ഈ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന ഒരു കർഷകനാണ്. കഴിഞ്ഞ 9 വർഷം ഓരോ വർഷം കൂടുമ്പോഴും മാർക്കറ്റ് വളർന്നു വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ കാണുന്നവരെയും ഇത് ആദ്യമായിട്ട് കാണുന്നവരെയും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഈ മാർക്കറ്റിലേക്ക് വിനീതമായിട്ട് ക്ഷണിക്കുന്നു. എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടിയാണ് എൻ്റെ സ്വദേശം. ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള MA അബൂബക്കർ സ്കൂളിലാണ് എന്നുകൂടി
വിനീതമായിട്ട് പറയുന്നു. നന്ദി. കൃഷി ടിപ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടല്ലേ? കൃഷി ടിപ്പ് കൊടുക്കുന്ന പരിപാടികളുണ്ട്. നമുക്ക് നാച്ചുറൽ ഫെർട്ടിലൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് മോരിൽ നിന്ന് നമുക്ക് വളം ഉണ്ടാക്കാം, പാലിൽ നിന്ന് നമുക്ക് വളം ഉണ്ടാക്കാം, ശീമക്കൊന്നയുടെ ഇലയിൽ നിന്ന്, പിന്നെ അതുകൂടാതെ ആര്യവേപ്പിൻ്റെ ഇലയിൽ നിന്ന് ഒക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ വലിയ ചിലവ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വിൽക്കുന്നവരും വളരെ ആവേശത്തിലാണ്, അതുപോലെ വാങ്ങുന്നവരും വളരെ ആവേശത്തിലാണ്. നമുക്കൊരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും 8 മണിയോടുകൂടി എങ്കിലും എത്തണം. അപ്പോൾ തന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ആവുന്ന പോലുള്ള തിരക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടാതെ ഹോം മെയ്ഡ് പലഹാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്ട് എല്ലാമൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പതിയെ ഇവിടെ നിന്ന് പോവാം അല്ലേ. വീണ്ടും ഒരു മഴയുടെ ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പോൾ പതിയെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിന് ഈ കാക്കനാടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുക. പ്രോഡക്റ്റുകളല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക. അതായത് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുമുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.